നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് നീക്കം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരായ കോടതി വിധി നിലനിൽക്കുന്നു? അതിനപ്പുറം അന്വേഷണ ഏജൻസികളെ ഏതൊക്കെ വിധത്തിൽ പ്രതിപക്ഷ ദുരുപയോഗം ചെയ്യുന്നു കേന്ദ്ര സർക്കാർ എന്നാണ് ഇവർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ വാദിക്കാൻ ശ്രമിക്കുന്നത്? ഫിജി, കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രധാന നീക്കവുമായാണ് ഇപ്പോൾ പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കോൺഗ്രസ് ഉൾപ്പെടെ 14 പ്രതിപക്ഷ പാർട്ടികളാണ് കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഈ ഹർജി ഏപ്രിൽ 5-ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്, രാഷ്ട്രീയ ജനതാദൾ, DMK, തൃണമൂൽ കോൺഗ്രസ്, BRS അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, പ്രതിപക്ഷ പാർട്ടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഈ കോടതി ആരംഭിച്ചപ്പോൾ ഇക്കാര്യം പരാമർശിച്ചു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ ഇക്കാര്യം പരാമർശിച്ചപ്പോൾ പ്രധാനമായും പറഞ്ഞൊരു കാര്യം, ഈ ഏജൻസികളെടുത്ത കേസുകളിൽ കൂടുതലും പ്രതിപക്ഷ പാർട്ടികൾ, പ്രധാനമായും കഴിഞ്ഞ കാലങ്ങൾ ഉൾപ്പെടെ കൂടുതലായും ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉള്ള കേസുകൾ, ഈ കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന കേസുകൾ കൂടുകയാണ്. ഭൂരിപക്ഷം കേസുകളും, കേന്ദ്ര ഏജൻസികൾ എടുത്ത ഭൂരിപക്ഷം കേസുകളും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള എന്ന ഒരു പരാമർശം നടത്തുകയുണ്ടായി. തുടർന്ന് ഇത്തരത്തിൽ ഇതിന് അറസ്റ്റിനും അതോടൊപ്പം തന്നെ തുടർ നടപടിക്ക് ഒരു മാർഗനിർദ്ദേശം വേണമെന്ന് അവരാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഉള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി. ഈ സാഹചര്യം, ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഹർജി ഏപ്രിൽ 5-ലേക്ക് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു കടുത്ത ഒരു നടപടിയുമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് ഇത്തരത്തിലൊരു നീക്കം പ്രധാനമായും ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ BRS അടക്കമുള്ള BRS നേതാവ് കവിത, അതോടൊപ്പം തന്നെ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അടക്കം ഇപ്പോൾ ഈ നടപടി, കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ നടപടി എല്ലാം തന്നെ നേരിടുകയാണ്. മനീഷ് സിസോദിയ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ ഈ കവിതയെ, ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കവിതയെ വലിയ രീതിയിൽ 3 തവണയായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെല്ലാം തന്നെ വലിയ രീതിയിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടിയെല്ലാം തന്നെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് തന്നെ. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കാര്യം, കുറച്ച് നാൾ മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളെ അന്യായമായി ദുരുപയോഗം ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. അന്ന് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളായിരുന്നു ആ കത്തിൽ ഒപ്പിട്ടിരുന്നത്. കൂടാതെ അതിനുശേഷം ഈ പ്രധാനമായും പാർട്ടികൾ ഈ മനീഷ് സിസോദിയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. അതിനുശേഷം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോദിയുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി ഈ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പാർലമെന്റിനകത്തും ഒക്കെ ഈ ആം ആദ്മി അടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഉയരുന്നൊരു സമാനമായ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഈ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം സംയുക്തമായി തന്നെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാണ് ഇത് പറയുന്നത്. ഈ കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസുകളിൽ ഭൂരിഭാഗവും ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഹർജി ഏപ്രിൽ 5-ന് പരിഗണിക്കുമെന്നാണ് ഫിജി മനസ്സിലാവുന്നത്. ശരി ഉണ്ണി, കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം.